So hello guys, welcome to 19 things to do within 9 days. So വെക്കേഷൻ ഭയങ്കര ബോറടി ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണിത്. 9 ഡേയ്സിൽ കുറച്ച് ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. സോ ഇതിൽ ഫസ്റ്റ് ഡേത്തെ ഒരു കാര്യമാണ് ഗെറ്റ് ക്രിയേറ്റീവ്. ഫസ്റ്റ് ഡേയുടെ ടോപ്പിക്കാണിത്. സോ നമുക്ക് പറയാം. ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഡൂഡൽ ആർട്ട് എന്ന് പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ ചെയ്താൽ മതി. ഞാൻ കുറച്ച് റാൻഡം ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് തിങ് ഇസ് ഡൂഡൽ ആർട്ട്. സോ അത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസ് ഒക്കെ പിൻട്രസ്റ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് റെഫറൻസ് നിങ്ങൾക്ക് കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് സ്കെച്ച് യുവർ റൂം. നമ്മുടെ റൂം ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക, നമ്മുടേതായ ക്രിയേറ്റീവില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, ഓ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു ഈ സ്ഥലം, അങ്ങനെയൊക്കെ ഒരു ഫീൽ വരും. സോ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇതിപ്പോ നമുക്ക് പ്രസന്റ് ചെയ്യാനോ വേറെ ആർക്കും കാണിക്കാനോ ഒന്നുമല്ല. സോ അപ്പൊ നമ്മുടേതായ രീതിക്ക് തന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അടുത്താണ് റൈറ്റ് എ പോയം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രസന്റേഷൻ ഉള്ളതല്ല. അപ്പം നിങ്ങൾക്ക് വേറെ ഒരാൾക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നും തന്നെ അവിടെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ രീതിയിൽ മാക്സിമം നല്ല ഭംഗിയിലൊക്കെ വരയ്ക്കുക. ഇനിയിപ്പോൾ അത് തെറ്റിപ്പോയാലും കുഴപ്പമില്ല. നല്ല വൃത്തിക്കുള്ള കവിതകൾ എഴുതുക, ലിറിക്സ് എഴുതുക, കളർ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ കുറച്ച് പിക്ചേഴ്സ് വരച്ച്, പിക്ചേഴ്സ് അല്ല മീൻസ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പാറ്റേൺസ് വരച്ചിട്ട് നിങ്ങളത് കളർ ചെയ്യുമ്പോൾ അതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പിക്ചറായി മാറും. ഡിസൈൻ ഔട്ട്ഫിറ്റ്. സോ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു ടോപ്പിലേക്ക് ഒരു പാന്റ് മാച്ച് ആയിരിക്കും, ഈ ഒരു ഷർട്ട് ഈ ഒരു ടോപ്പിലേക്ക് ക്രോപ്പ് ടോപ്പിലേക്ക് മാച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഷോൾ മാച്ച് ആയിരിക്കും. അങ്ങനെ ജസ്റ്റ് നിങ്ങളുടേതായ രീതിക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മേ ബി മനസ്സിലാവും, ഓ ഇതിലേക്ക് ഇതും മാച്ച് ആണല്ലേ. അങ്ങനെ നിങ്ങൾക്ക് മേക്ക് ബുക്ക് മാർക്സ്. നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇമോജീസ്. ഇത് ലാസ്റ്റ് ആണ്. സോ അപ്പൊ അത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ഈ ഒരു ചലഞ്ച് 9 days കംപ്ലീറ്റ്ലി ഉണ്ടാവും.